സിവിയർ അപ്ലാസ്റ്റിക് അലീമിയ എന്ന അത്യപൂർവ രോഗാവസ്ഥയെ തുടർന്ന് ജീവന് വേണ്ടി പൊരുതുന്ന റാഫിയ ഷെറിന് അനുയോജ്യമായ മൂലകോശം കണ്ടെത്താനായി മഞ്ചേരിയിൽ സ്റ്റെം സെൽ ഡോണർ ക്യാമ്പ് സംഘടിപ്പിച്ചു. റാഫിയ പഠിച്ചു വളർന്ന വിദ്യാലയമുറ്റത്താണ് സഹപാഠികളും നാട്ടുകാരും ചേർന്ന് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്വന്തം പ്രതിരോധ വ്യവസ്ഥ തന്നെ അസ്ഥിമജ്ജയിലെ മൂലകോശങ്ങളെ തകരാറിലാക്കുന്നതാണ് ഈ രോഗാവസ്ഥ. ഉചിതമായ മൂലകോശം മാറ്റിവെക്കുക മാത്രമാണ് ഏകരക്ഷാമാർഗം. അപൂർവ രോഗമായിട്ടുള്ള സിവിയർ അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച റാഫിയയ്ക്ക് വേണ്ടി ഇപ്പോൾ ലോകം കൈകോർക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നും ആളുകൾ റാഫിയെ സഹായിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരിയിലാണ്. ഇവിടെ ഒരു ഡോണർ ക്യാമ്പ് നടക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് ഈ സ്റ്റെം സെൽ ഡോണർ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൂലകോശം കണ്ടെത്തുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായിട്ടും അതിന് നിരവധി ദാതാക്കളുടെ രക്തം തന്നെ ശേഖരിക്കേണ്ടി വരും. അതിനുവേണ്ടിയുള്ള ഒരു ക്യാമ്പുകൾ തന്നെയാണ് പല മേഖലകളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ചേരിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മുടെ ക്യാമ്പിൽ ഇപ്പോൾ എത്ര ആളുകൾ പങ്കെടുത്തു? നമുക്കിതൊരു ഹെൽപ്ഫുള്ളായി മാറും. ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ 11 മണിക്കാണ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 600ഓളം ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇനി മൊത്തം 2000 ആളുകളാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളും കൂടി ക്യാമ്പിലോട്ട് വരുന്നുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നത് വഴി സ്വാഭാവികമായിട്ട് നമുക്കിത് കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ടല്ലോ. അതെന്താ വെച്ചാൽ നമുക്കിപ്പോൾ റാഫിയാക്കെന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ ആദ്യപടിയുള്ള റാഫിയാക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എന്താ വെച്ചാൽ ഇതൊരു ഡാറ്റാബേസ് കളക്ഷൻ കൂടിയാണ്. കാരണം ഇനി ഭാവിയിൽ ഇത് ഇവർക്ക് DKMSന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പാണ് ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തത്. കാരണം ഒരുപാട് ഡാറ്റാസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ മൊത്തം അവരുടെ കയ്യിൽ 6 ലക്ഷത്തോളം ഡാറ്റാസാണ് ഉള്ളത്. അപ്പം കൂടുതൽ ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ നാളെ പെട്ടെന്നൊരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ക്യാമ്പുകൾ ആവശ്യം വരില്ല ഈ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓൾമോസ്റ്റ് 2000 ഓൺലൈൻ രജിസ്ട്രേഷൻ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 600ഓളം സാബ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾ സ്വാഭാവികമായിട്ട് ഇനി ക്യാമ്പ് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഇനി എവിടെയായിരിക്കും ക്യാമ്പ്? ഇപ്പോൾ നിലവിൽ തിരൂരുള്ളത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ DKMSുമായിട്ട് സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അത് ഇതേപോലെ ഔട്ട് ചെയ്യുന്നതാണ് ഡേറ്റും കാര്യങ്ങളും. റാഫിയെ നമുക്ക് തിരിച്ച് ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ വലിയ സഹായകരമായിട്ട് മാറുന്നു. മഞ്ചേരിയിൽ ആദ്യമായിട്ടൊരു ക്യാമ്പ് ഇന്നിപ്പോൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വരും ദിവസങ്ങൾ മറ്റിടങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ സംഘാടകരൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.